ആവർത്തിച്ച് പറയുന്നു. എൻ്റെ കയ്യിൽ ബസ്സുകളുണ്ട്. കോവിഡും മഹാമാരിയും വന്ന് കാണിച്ചപ്പോൾ ഈ പറയുന്ന കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച ഒരു ഏർപ്പാട് കൊണ്ട് മാത്രമാണ് പിണറായി സർക്കാർ രണ്ടാം ഊഴത്തിൽ വന്നത്. അപ്പോൾ രാഷ്ട്രീയ സ്വഭാവത്തിലും ആ മണ്ഡലത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അൻവറിൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ആദ്യം മത്സരിച്ച് ജയിച്ചതിനേക്കാൾ ഒരുപാട് ഒഴുകിപ്പോയി എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു പരമ UDFിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ചർച്ച. പിണറായിയുടെ ധാർഷ്ട്യവും ധിക്കാരവും പൊതുസമൂഹത്തോട് അദ്ദേഹം കാട്ടുന്നതായിട്ടുള്ള നിസ്സംഗതയുമെല്ലാം അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യം തന്നെയാണ് UDF ഉയർത്തുന്നത്. പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ കാലിൻ്റെ അടിയിലെ മണ്ണൊഴുകിപ്പോകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കേരളത്തിൽ പിണറായി വിജയനുണ്ടായ തുടർ ഭരണത്തിൻ്റെ കാരണങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം. കോവിഡും മഹാമാരിയും ഇപ്പോൾ 2026 കേരളത്തിൽ നിയമസഭ ഇലക്ഷൻ വരെയാണ്. അതിനു മുമ്പുള്ള സെമി ഫൈനൽ എന്ന് പറയുന്നത് നിലമ്പൂർ ഇലക്ഷൻ. ഇപ്പം നിലമ്പൂർ ഇലക്ഷനിലെല്ലാം ഉറ്റുനോക്കുന്നത് PV അൻവറിന്റെ സ്ഥാനാർത്ഥി CPM രാജിവെച്ചുകൊണ്ടാണ് ഈ ബൈ ഇലക്ഷൻ പറഞ്ഞത്. 2011 തൊട്ട് 16 വരെ ആര്യാടൻ സ്വന്തം കുത്തയായിട്ട് വെച്ച സീറ്റാണ് ഈ നിലമ്പൂർ. പക്ഷെ 16-ൽ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചു. 2021-ൽ VV പ്രകാശിനെ അൻവർ തോൽപ്പിക്കുകയാണ്. പക്ഷെ 16-ൽ 11,504 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അൻവറിന് 21-ആയപ്പോൾ 2,750 ഭൂരിപക്ഷമാണ്. പക്ഷെ അവിടെ ആരും BJP കോൺഗ്രസ് വോട്ട് കൂട്ടിയിട്ടില്ല. വീണ്ടും അൻവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണ്. പക്ഷെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ അന്ന് CPM കൊടുത്ത പിന്തുണ ഈ പ്രാവശ്യം ഇല്ല. ഈ പ്രാവശ്യം CPM ഒരു സ്ഥാനാർത്ഥി നിർത്തിയാണ്. അൻവറിന്റെ വോട്ട് ആർക്കാണ് തിരിച്ചടിയാവുന്നത്? അഭിലാഷ്, ഈ 2016-ലെയും 2021-ലെയും രാഷ്ട്രീയ കാലാവസ്ഥയല്ല നിലമ്പൂരിൽ നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി ഒന്നാണെങ്കിൽ പോലും രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ചാലിയാർ പുഴയിലൂടെ ധാരാളം വെള്ളം ഈ 10 വർഷം കൊണ്ട് ഒഴുകിപ്പോയി കഴിഞ്ഞു. അപ്പോൾ രാഷ്ട്രീയ സ്വഭാവത്തിലും ആ മണ്ഡലത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോൾ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചല്ലോ, 2 തെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവറിന് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ തന്നെ ഈ അൻവറിൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ആദ്യം മത്സരിച്ച് ജയിച്ചതിനേക്കാൾ ഒരുപാട് ഒഴുകിപ്പോയി എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു പരമ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ പിന്നെയും അഭിലാഷ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പിന്നെയും പ്രശ്നങ്ങൾ കുറേ കൂടെ ഗുരുതരമായിരിക്കുകയാണ്. ഗുരുതരം എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള ഗുരുതരാവസ്ഥയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. രാഷ്ട്രീയ മത്സരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലവും 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ഭാഗത്ത് LDF, ഒരു ഭാഗത്ത് UDF. അപ്പോൾ ഈ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരും ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാലും ഒട്ടും അധികപ്പറ്റാവുകയില്ല. എന്നാൽ ദുര്യോഗം എന്ന് പറയട്ടെ, അൻവർ ഈ 2 മുന്നണിയുടെയും പുറത്തു നിൽക്കുന്നു എന്നതാണ് പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ദോഷം ആർക്ക് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ചർച്ചാ വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ്റെ കഴിഞ്ഞ 9 മാസത്തെ സർക്കാരിൻ്റെ UDFിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുർചെയ്തികളെ ചോദ്യം ചെയ്യുകയും ആ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം. അപ്പോൾ ഈ LDF സർക്കാർ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നിലമ്പൂരെ കാര്യങ്ങളിൽ, വിഷയങ്ങളിൽ, പ്രശ്നങ്ങളിൽ എത്രമാത്രം ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് എന്ന ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അതുതന്നെയാണ്. PV അൻവർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്, പിണറായിസവും മരുമോനിസവും എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ രാജിവെച്ച് LDFിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായിസവും മരുമോനിസവും എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പദങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ UDF അതുതന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം.
കാരണം ഈ ധാർഷ്ട്യവും പിണറായിയുടെ ധാർഷ്ട്യവും ധിക്കാരവും പൊതുസമൂഹത്തോട് അദ്ദേഹം കാട്ടുന്നതായിട്ടുള്ള നിസ്സംഗതയുമെല്ലാം അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യം തന്നെയാണ് യു ഡി എഫ് ഉയർത്തുന്നത്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എക്സ് ഓർ വൈ എന്നതല്ല പ്രശ്നം. യു ഡി എഫ് ഒരു മുന്നണിയായി രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന അതേ രാഷ്ട്രീയ വിഷയം തന്നെയാണ് PV അൻവറും കൈകാര്യം ചെയ്യുന്നത്. അതായത് ആൻറ്റി പിണറായി അല്ലെങ്കിൽ പിണറായിസം അല്ലെങ്കിൽ മരുമോനിസംക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് ഈ PV അൻവർ ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മറന്നു പോകുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് എവിടെ നിൽക്കുന്നു? അദ്ദേഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഒരു ലേബലുള്ള അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് എന്നെ ഈ മണ്ഡലത്തിലുള്ള എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എനിക്ക് ജനപിന്തുണ ധാരാളമുണ്ട്. കേരളത്തെ പോലുള്ള ഒരു സാക്ഷരത രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനത്ത് വ്യക്തിബന്ധങ്ങൾ കൊണ്ടല്ല ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് PV അൻവർ തിരിച്ചറിയാതെ പോയതാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന അപജയം. PV അൻവറിനോട് വ്യക്തിപരമായ സ്വാധീനം പറയുന്നു. ഈ PV അൻവർ CPM പുറത്തായി വന്ന് നിലമ്പൂർ ഒരു സമ്മേളനം വെച്ചിരുന്നു. ഞാൻ ഉൾപ്പെടെ പല മാധ്യമങ്ങളിൽ പോയി കണ്ടാണ്. ആ സമ്മേളനത്തിൽ അന്ന് കിട്ടിയ സ്വീകരണം ഒരിക്കലും നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല, പുറത്തുനിന്ന് ആൾക്കാർ നിന്ന് ആ ജനങ്ങൾ ഇപ്പോഴും നിലമ്പൂരിലെ PV അൻവറെ വിശ്വസിക്കുന്നത്. ഒരിക്കലും CPM നേതാവായി PV അൻവറിനല്ല നിലമ്പൂർ ജനം കാണുന്നത്. അഭിലാഷേ, ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ വരുന്നതായിട്ടുള്ള ആളുകളുടെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു ആളിൻ്റെ ജനപിന്തുണ വിലയിരുത്തുക എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. ഇവിടെ നമുക്കറിഞ്ഞൂടെ, ഇവിടെ ഓരോ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ ആളുകൾ കൂടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ സംബന്ധിച്ച് എന്തിനാണ് കേരള സമൂഹത്തിൽ ഒരു ചർച്ച ചെയ്യുന്നത് തന്നെ? അതുകൊണ്ട് ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സംഖ്യാബലം കണ്ടുകൊണ്ട് അതെല്ലാം വോട്ടായി മാറുമെന്നും ആ യോഗം നടത്തുന്ന ആളിൻ്റെ പിന്തുണയാണ് ഇവിടെ കാണുന്നുവെന്നും ഒക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. 2 ദിവസം മുമ്പ് നടന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ കോൺഗ്രസിന്റെ മഹാസമ്മേളനത്തിൽ കണ്ട ആളുകൾ അത്രയും വോട്ടില്ലേ? അല്ല, അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആണെങ്കിലും ശരി, M സ്വരാജിൻ്റെ ആണെങ്കിലും ശരി, BJPയുടെ മോഹൻ ജോർജിൻ്റെ ആണെങ്കിലും ശരി, PV അൻവറുടെ ആണെങ്കിലും ശരി, അവർ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിൽ എടുക്കുന്നവരുടെ സംഖ്യ വെച്ച് യാതൊരു തരത്തിൽ നിഗമനത്തിലെത്തുന്നത് ശാസ്ത്രീയമല്ല. കാരണം ഇവിടെ നമുക്കറിയാമല്ലോ, PV അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കോൺഗ്രസ്സുകാർ പോവും, CPMകാർ പോവും, BJPക്കാർ പോവും. BJP സ്ഥാനാർത്ഥി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ BJPയുടെ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാർ പോകും, CPMകാർ പോകും. അപ്പോൾ എന്താണ് അടിസ്ഥാനം? ഈ വരുന്ന ആളുകളുടെ തലയെണ്ണിക്കൊണ്ടാണോ അതെല്ലാം വോട്ടായി മാറുമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അത് ഒരിക്കലും ശാസ്ത്രീയമല്ല, യുക്തി സഹജമല്ല. ആ ഒരു വിലയിരുത്തൽ ഒരിക്കലും പോകാൻ പാടില്ലാത്തത് തന്നെയാണ്. കാരണം ഇവിടെ മുൻകാല ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് വിലയിരുത്തുന്നത്, ഒരു നിഗമനത്തിലെത്തുന്നത്, ഒരു വിജയത്തെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് ഒട്ടും തന്നെ ആശാസ്യമല്ല, അത് പ്രായോഗികമായി വിവേകമല്ല എന്നുള്ളിടത്ത് തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് യോഗത്തിൻ്റെ സംഖ്യാബലം ഒരു പിന്തുണയുടെ ഒരു അടയാളമായി സ്വീകരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നോക്കണം, ഇപ്പോൾ BJPക്കാരെ ഉന്നതന്മാരായ നേതാക്കന്മാരെ എല്ലാം ഇറക്കാൻ പോവുകയാണല്ലോ. വലിയ ആൾക്കൂട്ടമായിരിക്കും, വലിയ ആൾക്കൂട്ടമായിരിക്കും. വിജയം പറയുന്നില്ല, അവർ ആളെ നിർത്തിയെന്ന് പറയുന്നത്. BJP ജയിക്കില്ല, BJP ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണ് നിലമ്പൂര് എന്നവർ പറയുന്നെങ്കിലും അവരിപ്പോൾ മാറ്റി പറഞ്ഞു തുടങ്ങിയല്ലോ. അവരുടെ ഓരോരുത്തരുടെയും ഇപ്പോൾ അഭിമുഖം എടുത്തു നോക്കൂ. താങ്കളൊരു മാധ്യമപ്രവർത്തകനല്ലേ? താങ്കൾക്ക് ഈ ഓരോ BJP നേതാക്കന്മാർ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഞങ്ങൾ കണ്ടെത്തി. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ രണ്ടും പറയുന്ന ഒരിടത്തേക്ക് എത്തി നിൽക്കുകയാണ്. അവരവകാശപ്പെടുന്നു, അത് അവരുടെ സ്വാഭാവികമായ സംഗതിയാണ്. BJP അഭിലാഷ് തന്നെ പറഞ്ഞല്ലോ, BJP അവിടെ ജയിക്കാനല്ല മത്സരിക്കുന്നതെന്ന് അവർ പറഞ്ഞെന്ന്. പക്ഷേ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ കാര്യം മാറി മറിയുന്നത്. അത് പോകട്ടെ, അതൊക്കെ വെറും കേവലമായ കാര്യങ്ങളാണ്. ഏത് സ്ഥാനാർത്ഥി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ വരെ 12 സ്ഥാനാർത്ഥികളുണ്ട്. 12 പേരും ജയിക്കുന്നു എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിലമ്പൂരിനെ സംബന്ധിച്ച് എനിക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്ന രീതിയിൽ കക്ഷിഭേദമന്യേ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, അവിടെ 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്.
അതാണ് ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ പറയാൻ ആഗ്രഹിക്കുന്നത്. PV അൻവർ അവിടെ വളരെ സ്വാധീനമുള്ള ആളാണ്, ബന്ധമുള്ള ആളാണ്, ഒക്കെ ശരിയാണെങ്കിലും PV അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ വാമൊഴിയായും വരമൊഴിയായും വന്നിരിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത 101% നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ നാവല്ലേ പിഴച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കുഴിതന്നെ തോണ്ടിയിരിക്കുകയാണ്. ഇന്നലെ പറയുന്നതാണോ, ഇന്ന് രാവിലെ പറയുന്നതല്ലല്ലോ, വൈകുന്നേരം പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, എനിക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അതേ മെനഞ്ഞാന്ന് കൊടുത്തിരിക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന സത്യപ്രസ്താവന ഒപ്പിട്ടിരിക്കുന്നതിൽ 52.18 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ കയ്യിലിരിക്കുന്ന സ്വർണം തന്നെ ഏതാണ്ട് 18 കോടിയോളം രൂപ വില വരുന്നതാണ്. ഇദ്ദേഹം നേരത്തെ എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ 5 പൈസ നിവർത്തിയില്ല, എൻ്റെ ഷർട്ടിന് ഇസ്തിരി ഇടാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരാളിൻ്റെ ഈ സമ്മതപത്രത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ, നോമിനേഷൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിന് 52 കോടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് അതിന് ഇത്രയധികം സ്വർണമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത, നമ്മൾ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ കാലിൻ്റെ അടിയിലെ മണ്ണൊഴുകിപ്പോകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം PV അൻവർ തന്നെയാണ്. അതുകൊണ്ട് PV അൻവർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികൾക്കും ആ തരത്തിൽ നേട്ടമുണ്ടാവുകയില്ല. നേരിയ മേൽത്തൂക്കമെങ്കിലും കിട്ടാൻ പോകുന്നത് UDFന് തന്നെയായിരിക്കും. കാരണം UDFനെ സംബന്ധിച്ച് നേരത്തെ എല്ലാവരും നമ്മൾ പറയുന്നത് പോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. മാധ്യമങ്ങളുണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളെല്ലാം, ആ വാക്യം ആവർത്തിക്കുന്നു, മാധ്യമങ്ങളുണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളെല്ലാം അവസാനിച്ചു. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പ്രചരണ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നും പറഞ്ഞ് എന്തൊരു മാധ്യമ ആഘോഷമായിരുന്നു. മുസ്ലിം ലീഗ് പിണങ്ങി നിൽക്കുന്നു, മുസ്ലിം ലീഗ് സഹകരിക്കുന്നില്ല. പിറ്റേ ദിവസമല്ലേ ഷിഹാബ് തങ്ങളിനെ അവരെ കൊണ്ടുവന്ന് അവിടെ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യിച്ചത്. അപ്പോൾ മാധ്യമങ്ങൾ ഇത് മത്സരം കൊണ്ട് ആഘോഷമാക്കിയെങ്കിലും അതെല്ലാം തകർന്നു. ഇപ്പോൾ യാതൊരു സംശയവും വേണ്ട, UDFനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ എന്ന് പറയുന്ന ഒരു അടഞ്ഞ അധ്യായമാണ്. ഇന്ന് തന്നെ അല്പം മുൻപ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് വ്യക്തമായി കഴിഞ്ഞു. LDF പറയുന്നു ഞങ്ങൾക്ക് PV അൻവർ അല്ല ഞങ്ങളുടെ ചർച്ചാ വിഷയം, ഞങ്ങൾ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് തുടർഭരണം ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് സ്വരാജും ഇനി അദ്ദേഹത്തിൻ്റെ വലിയ നേതാക്കന്മാരും ഒക്കെ ഓരോ ദിവസവും പറയാൻ പോകുന്നത്. അതൊന്നും നമുക്ക് ഖണ്ഡിക്കാൻ അവകാശമില്ല, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് എനിക്കിതിനെ സംബന്ധിച്ച് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ആകെ കൂടി പറയാവുന്ന ഒരു ഉത്തരം, PV അൻവർ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി താണിരിക്കുന്നു എന്നുള്ളതാണ്. അവസാനം ഒരു ചോദ്യം, PV അൻവറിന്റെ വിഷയത്തിൽ ചോദ്യമാണ്. അതായത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നമ്മുടെ MP ഇലക്ഷൻ ആയാലും ML ഇലക്ഷൻ അത് പ്രത്യേകമുണ്ട്. അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ ജയിച്ചു 5 വർഷം ഭരണം ഭരിച്ചു, വീണ്ടും നിൽക്കുകയാണെങ്കിൽ ജനം നോക്കും ആ 5 വർഷത്തെ ഭരണം എങ്ങനെയാണ്. നല്ലതാണെങ്കിൽ വീണ്ടും ജയിപ്പിക്കും. 2016 നിന്ന് അൻവറിനെ 2021 ജനം ജയിപ്പിക്കുകയാണ്. നല്ലതായോണ്ടല്ലേ. എന്തുകൊണ്ട് ഈ ബൈ ഇലക്ഷനിൽ ജയിപ്പിക്കില്ല എന്ന് താങ്കൾ പറയുന്നത് അൻവറിനെ? ആ വാദം തന്നെ തെറ്റാണ്. ആവർത്തിച്ച് ജയിപ്പിക്കുന്നതൊന്നും മുഴുവൻ അദ്ദേഹം ചെയ്ത സൽപ്രവർത്തികളുടെ ഒരു പ്രതിഫലമാണെന്ന് പറയരുത്. 2021 കേരളത്തിൽ പിണറായി വിജയൻ ഉണ്ടായ തുടർ ഭരണത്തിൻ്റെ കാരണങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം. കോവിഡും മഹാമാരിയും വന്നതുകൊണ്ട് മാത്രം ഞാൻ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ കയ്യിൽ ബസ്സുകളുണ്ട്, സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിൻ്റെ ഡേറ്റ തരുന്നില്ല. കോവിഡും മഹാമാരിയും വന്ന് കാണിച്ചപ്പോൾ ഈ പറയുന്ന കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച ഒരു ഏർപ്പാട് കൊണ്ട് മാത്രമാണ് പിണറായി സർക്കാർ രണ്ടാം ഊഴത്തിൽ വന്നതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. വസ്തുതാപരമായി തെളിയിക്കാൻ എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട്. അതുകൊണ്ട് ഈ തുടരെ ജയിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിന് 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ എത്രയോ ശതമാനം കുറവാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അപ്പോൾ തന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവോടെ ആയില്ലേ? 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് 2021 അദ്ദേഹം ജയിക്കുന്നത്. 2016 PV അൻവർ കിട്ടിയത് 77,858 വോട്ട്. 2021 ആയപ്പോൾ PV അൻവറുടെ 81,227 വോട്ട് കൂട്ടി. അത്
5000 വോട്ട് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അവിടെ വോട്ട് തുടങ്ങിയത് BJPയുടെ വോട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം 2016 BJP 12000 വോട്ട് പിടിച്ചപ്പോൾ അത് 8000 വോട്ടായിട്ട് 21 കുറയാണ്. ഒരിക്കലും PV അൻവറിന്റെ വോട്ട് 16-കാട്ടിലും 21 കുറഞ്ഞിട്ടില്ല. അല്ല അഭിലാഷേ, അവിടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ 76-81 ആയത്. അൻവറിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. എല്ലാ മണ്ഡലങ്ങളിലും ഓരോ 5 വർഷം കഴിയുമ്പോഴും ആകെ വോട്ടർമാരുടെ സംഖ്യ വർദ്ധിക്കും. 2021 ആകെയുള്ള വോട്ടർമാരുടെ സംഖ്യയല്ല 2026 വരാൻ പോകുന്നത്. അതൊക്കെ ഒരു കേവലമായിട്ടുള്ള കണക്കാണ്. പക്ഷേ എൻ്റെ ചോദ്യം മറിച്ചാണ്. പ്രവർത്തനത്തിൻ്റെ മേന്മയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ സ്ഥിരമായി അദ്ദേഹത്തിന് കിട്ടണമല്ലോ. അങ്ങനെ ആരുമ്പോൾ അല്ലെങ്കിൽ തന്നെ നാമമാത്രമായ വ്യത്യാസമുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ 13,000 വോട്ട് ആ 2700 വോട്ടായി കുറയുന്നത്? BJPയുടെ വോട്ട് ഒറ്റയടി കോൺഗ്രസിന്റെ കോട്ടയിൽ പോവുകയാണ്. എന്നാൽ ഇതൊക്കെ ഓരോ രാഷ്ട്രീയ വിശകലനമാണ്. ഞാൻ അതിനോട് തർക്കിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ 2025 അവസാന ഭാഗത്തെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ 2021 നിന്നും 2016 നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ ഭരണത്തെ വിലയിരുത്തുമെന്ന് സംശയം വേണ്ട. ഈ പ്രാവശ്യത്തിൽ പിണറായി സർക്കാർ തന്നെ ഇപ്പോഴും പറയുന്നില്ലല്ലോ ഖണ്ഡിതമായി. അതായത് ഞങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് നമുക്ക് പറയാൻ ധൈര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, ആവർത്തിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം LDFും UDFും തന്നെയാണ്. PV അൻവർ എന്ന് പറയുന്നത് താരതമ്യേന അവിടെ വളരെ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം കൊണ്ട് 10,000-5000 വോട്ട് പിടിച്ചാൽ അത്രയും കാര്യം എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം വളരെ അകന്നു പോയിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നവർക്ക് പോലും ഈ മനുഷ്യനെ ഇനിയും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അദ്ദേഹം ഇവിടെ അസംബ്ലി സമ്മേളനം നടന്നപ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ പോയി മണ്ണ് തോണ്ടുകയായിരുന്നല്ലോ. ഈ ഡയമണ്ട് അന്വേഷിച്ച്, വജ്രം അന്വേഷിച്ച്. അങ്ങ് പറഞ്ഞു അദ്ദേഹം മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് വോട്ടൊക്കെ അത് കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹം അസംബ്ലി നടക്കുന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസംബ്ലിയിലെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെയുള്ള ഒരാളിന് വീണ്ടും വീണ്ടും അദ്ദേഹം ജനങ്ങളുടെ അവിടുത്തെ ഇഷ്ടതോഴനായി കൊണ്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല.